ഹലോ ഹായ്. ഇന്ന് നമ്മൾ പുതിയതായിട്ട് എക്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും സാധനം ഇലക്ട്രോണിക് സാധനം മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബില്ല് സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ ബില്ല് ഫോട്ടോ എടുത്ത് കയ്യിൽ വെക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന നമ്പർ, മൊബൈൽ നമ്പർ, അത് ഏതാണോ അത് മറക്കാതെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. കാരണം ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയതെന്ന് പറഞ്ഞാൽ ഇത് ഫ്രിഡ്ജ് ഡെയർ ഐസ് മേക്കറാണ്. അതാണ് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അതിൻ്റെ ബില്ലില്ല, അത് ഏത് മൊബൈൽ നമ്പറാണ് കൊടുത്തതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് ഈ ബില്ലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ളത് ഏതാണോ അത് വാറൻറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് തരും, പുതിയത് തരും. അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് 15 KD കാണാൻ തന്നെ, അതായത് നോക്കാൻ തന്നെ 15 KD കൊടുക്കണം. അതുകൂടാതെ തന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും പാർട്സ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ പേയ്മെൻറ്റ് അതിൽ കൊടുക്കണം. ഇനിയിപ്പോൾ ആ പാർട്സ് ഒന്നും ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ 15 KD അവർ റിപ്പയർ ചെയ്തില്ല, ആ 15 KD പോകും. ഇനിയിപ്പോൾ ഇതിനകത്ത് എൻട്രി ചെയ്ത് ടോക്കൺ ടിക്കറ്റ് എടുക്കണം. ആ ടോക്കൺ ടിക്കറ്റ് വരെ അവർ വെയിറ്റ് ചെയ്യണം. അവർ വിളിച്ച് ഈ ടോക്കൺ നമ്പർ വിളിച്ച് അതിന് ശേഷം എന്താണ് പ്രശ്നം എന്ന് അവർ കൊണ്ടുപോയി നോക്കണം. ഇതാണ് സാധനം. ഈ സാധനം എടുത്ത് ഇത് ഐസ് മേക്കറാണ്. ഐസ് മേക്കർ ഇതിൽ വെള്ളം ലീക്കാണ്. ഇതാണ് പ്രശ്നം, വാട്ടർ ലീക്കിംഗ്. ഇതിപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെ നിന്ന് ഇലക്ട്രോണിക് സാധനം ഈ എക്സൈറ്റിൽ മേടിക്കുമ്പോൾ ബില്ല് സൂക്ഷിച്ചോ, നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, ഇത് 15 KD പോകുന്ന കേസാണ്. അതുകൂടാതെ തന്നെ 15 KD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കാണാൻ വേണ്ടി, അതായത് അവർക്ക് നോക്കാനായിട്ട് 15 KD ചാർജ് അവർ. ഇനിയിപ്പോൾ ഇതിൻ്റെ പാർട്സ് വല്ലതും വേണമെങ്കിൽ അത് പുതിയതായിട്ട് വേറെ പേയ്മെൻ്റ് ആണ്. സോ അപ്പോൾ ശ്രദ്ധിക്കുക, ബില്ല് ശ്രദ്ധിക്കുക, നമ്പർ നോട്ട് ചെയ്യുക. ഓക്കെ, ബൈ.